ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള നല്ല ചെമ്മീൻ പരട്ടിൻ്റെ റെസിപ്പി കേട്ടോ. ഇതൊരു വെറൈറ്റി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് ആളുകൾ ഉണ്ടാക്കി നോക്കുന്ന ഒരു റെസിപ്പി തന്നെ ആയിരിക്കും. പക്ഷേ ഞാനത് പൊരിച്ചിട്ടല്ല ചെമ്മീൻ വെക്കുന്നത്, പൊരിക്കാണ്ട് തന്നെ അടിപൊളി ടേസ്റ്റ് ആട്ടോ. അത് മസ്റ്റ് ട്രൈ ആണ്, നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. സാധാ ചോറിൻ്റെ കൂടെയൊക്കെ ഈ ഒരു ഒറ്റ ഐറ്റം മതി നമുക്ക് ചോറ് വയറ് നിറച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിൻ്റെ ഇല, പച്ചമുളക്, അതുപോലെ തന്നെ വലിയുള്ളി, ഒരു 5-6 ചുവന്നുള്ളിയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. സിമ്പിൾ റെസിപ്പി കേട്ടോ, എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. പൊതുവെ എല്ലാവർക്കും അറിയുന്നതാണല്ലോ, ഉള്ളി പെട്ടെന്ന് താളിക്കിട്ടാൻ വേണ്ടി നമ്മൾ അടച്ച് വെച്ചതൊന്ന് താളിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പം അതിലിട്ട് ഇടാനുള്ള ചെമ്മീൻ ഇതാ നമ്മൾ ഉപ്പും മഞ്ഞളും അതുപോലെ തന്നെ മുളക് പൊടി, വലിയ ജീരകത്തിൻ്റെ പൊടി, സുർക്കയും ചേർത്ത് നന്നായിട്ട് മസാല തേച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളി 2-3 തക്കാളി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വലിയുള്ളി 2 എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു 5-6 ചുവന്നുള്ളി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ വലിയുള്ളി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് നമ്മളെ ചെമ്മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെയാണ് നമ്മളെ തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് പറഞ്ഞാൽ ചെമ്മീനും ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് കുഴങ്ങനെ വരുന്ന വരെ ഒന്ന് നമുക്കത് മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് അതിലോട്ട് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. മല്ലിപ്പൊടി മാത്രമേ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കാരണം നമ്മൾ മുളക് പൊടിയൊക്കെ ഓൾറെഡി മസാല തേച്ചതുകൊണ്ട് എരിവുണ്ടാവും. പിന്നെ കൂടുതലായിട്ട് എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മളെ കൈയിൻ്റെ അളവ് നമുക്ക് അറിയാൻ പറ്റുമല്ലോ, നമുക്ക് എത്രത്തോളം മുളക് പൊടി വേണം, മല്ലിപ്പൊടി വേണം എന്നൊക്കെ. മല്ലിപ്പൊടി എന്തായാലും കുറച്ച് മതി, കാരണം ചെമ്മീൻ്റെ ഫ്ലേവർ ഒന്നും നഷ്ടപ്പെടരുത്. ഒരുപാട് മസാല ഇടുമ്പോൾ നമ്മളെ ചെമ്മീൻ്റെ ഒരു ഫ്ലേവറൊക്കെ നഷ്ടപ്പെട്ടിട്ട് ഒരു മസാലക്കുത്ത് വരും. അപ്പോൾ അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരിത്തിരി മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിൽ വെള്ളം ചേർക്കണമെന്നില്ല, കാരണം ഇതിൽ തന്നെ വെള്ളം വരും. അപ്പം നന്നായിട്ട് മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് സിമ്മിലിടുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വെച്ചാൽ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. അങ്ങനെ നമ്മൾ ചെമ്മീനൊക്കെ വെന്ത് കഴിഞ്ഞാൽ പിന്നത്തത് എന്താ പറയുക, കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടുകൊണ്ട് ഗ്യാസ് ഓഫാക്കുക. പിന്നെ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല. മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഗ്യാസ് ഓഫാക്കി കൊടുക്കാം. അടിപൊളി റെസിപ്പിയാണ്. ഇതിന് ഗ്രേവി മാത്രം മതി, ഒരു പറ ചോറുണ്ണാന്നൊക്കെ നമ്മൾ പറയില്ല, അതുപോലെ നമുക്ക് അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ റെസിപ്പി. എങ്ങനെ സിമ്പിൾ റെസിപ്പി അല്ല, അടിപൊളിയാണ്. ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് വെക്കുക. ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസുമായിട്ട് വരാം. അപ്പോൾ ടാറ്റ, ബൈ ബൈ.